നമസ്കാരം, ടെക് ട്രെൻഡ്സിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പറഞ്ഞാൽ എങ്ങനെ നമുക്കൊരു സാധാ ഒരു LED അല്ലെങ്കിൽ LCD TV നമുക്കൊരു സ്മാർട്ട് TV ആയിട്ട് മാറ്റാം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും വിറ്റ് പോകുന്ന സംഭവമാണ് സ്മാർട്ട് TV എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ പ്രത്യേകതകൾ. കാരണം ഒന്നാമത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് യൂട്യൂബോ പാട്ടോ ഫോട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ആ TV തന്നെ കാണാം. ഇപ്പോൾ യൂട്യൂബൊക്കെ നല്ല ക്ലാരിറ്റി തന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ഇഞ്ചിൻ്റെ TV ആണെങ്കിൽ നല്ല വൈറ്റ് സ്ക്രീനിൽ കാണാം. പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വിറ്റുപോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ VOD അല്ലെങ്കിൽ വീഡിയോ ഓൺ ഡിമാൻഡ് കണ്ടന്റ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, ഹോട്ട്സ്റ്റാർ, അതുപോലെ നിരവധി ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നല്ലൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ നല്ല റെസൊല്യൂഷനിൽ നമുക്ക് TV കാണാൻ പറ്റും. നമ്മൾ ഫോണിനല്ലെങ്കിൽ ലാപ്ടോപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റെസൊല്യൂഷനിൽ നമുക്ക് TV കാണാം. അപ്പോൾ ഈ 2-3 കാര്യങ്ങളുകൊണ്ടാണ് സ്മാർട്ട് TV ഇപ്പോൾ എല്ലാവരും ഇപ്പം എടുക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഈ ഒരു സാധാ ഒരു TV നമുക്കൊരു സ്മാർട്ട് TV ആയിട്ട് മാറ്റാം. അപ്പം ഇതിനൊരു ചെറിയൊരു സിമ്പിൾ സെറ്റപ്പ് ഉണ്ട്. ഒരു 5 മിനിറ്റ്സ് ഒരു സെറ്റപ്പാണത്. അപ്പം അതിനുവേണ്ടി ഒരു ഡിവൈസ് വേണം. ആ ഡിവൈസിനെ കുറിച്ചായിരിക്കും ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആപ്പിൾ TV ബോക്സ് എന്ന് പറയുന്നത്. ഇത് 2010 ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ വില നമ്മളിപ്പം ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ 5000 രൂപയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. അപ്പം ഈ സംഭവം യൂസ് ചെയ്താണ് നമ്മുടെ ഒരു സാധാ LCD അല്ലെങ്കിൽ LED TV നമ്മൾ സ്മാർട്ട് TV ആക്കാൻ പോകുന്നത്. അതിൻ്റെ HDMI പോർട്ട് വെച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ ബോഡി കാണുമ്പം ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ആകെ ഒരു 200 ഗ്രാം വരുവാണെങ്കിൽ അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഔട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കർവ് മാറ്റ് ഫിനിഷാണ് കൊടുത്തേക്കുന്നത് ഈ ആപ്പിൾ ഡിസൈൻ ചെയ്തതിന്. അപ്പം ഇതാണ് ഇതിൻ്റെ ഔട്ടർ ഫിസിക്കൽ ബോഡിനെ കുറിച്ചാണ് ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലോട്ട് വരുവാണെങ്കിൽ ഇത് ആപ്പിൾ A4 കോർട്ടെക്സ് തന്നെ ചിപ്പാണ് ഇതിനെ പവർ ചെയ്യുന്നത്. പറഞ്ഞാൽ ഈ A4 എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തന്നെയാണ് ഞാൻ പറഞ്ഞത് 2010 റിലീസ് ചെയ്ത വേർഷനാണ് ഇത്, ഈ ആപ്പിൾ TV ബോക്സ്. അപ്പം A4 അതൊരു ARM കോർട്ടെക്സ് ആണ് ഇതിനെ പവർ ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ മെമ്മറി. കാരണം ആപ്പിളിന് എപ്പോഴും ഇൻറ്റേർണൽ മെമ്മറീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 8 GB മെമ്മറിയാണ് ഇവർ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്, മാക്സിമം കപ്പാസിറ്റി. പിന്നെ ഇതിൻ്റെ ബാക്ക് കാണുവാണെങ്കിൽ ഇതാണ് നമ്മുടെ പവർ അഡാപ്റ്റർ. അപ്പോൾ ഇതൊരു 6 വാട്ട് യൂണിവേഴ്സൽ പവർ അഡാപ്റ്ററാണ്. ഇതിന് തന്നെ ഒരു പ്രത്യേക ഈ സ്ലോട്ടിലുള്ള ഒരു ചാർജ് അവർ ബോക്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ HDMI. ഈ HDMI ആണ് നമ്മുടെ TV കണക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ TV കൺട്രോൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുള്ള പിക്ചർ TV വരണമെങ്കിൽ ഈ ഒരു സംഭവം നമ്മുടെ TV വേണം. അതായത് ഇപ്പോൾ എല്ലാ LCD TVക്കകത്തും LED TVക്കകത്തും മാർക്കറ്റ് വരുന്നതിൻ്റെ അകത്ത് HDMI സ്ലോട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇത് ഒപ്റ്റിക്കൽ ഓഡിയോ ആണ്. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ സംഭവം പിടിയില്ല. ഇത് ഇത്തർനെറ്റ് കേബിൾ എന്ന് ഇത് എപ്പോഴും നെറ്റിലോട്ട് കണക്ട് ആയിരിക്കണം. കാരണം നമുക്ക് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നെറ്റാണ്. അപ്പോൾ നെറ്റ് ഒന്നെങ്കിൽ വൈഫൈൻ്റെ ഒരു ഇൻബിൽഡ് കേപ്പബിലിറ്റി ഇതിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ വൈഫൈ ഇല്ലെങ്കിൽ നമുക്ക് ഇത്തർനെറ്റ് കേബിൾ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നെറ്റ് ലഭിക്കുന്നതാണ്. അപ്പം ഇതാണ് എൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുവാണെങ്കിൽ ഇതാണ്. അപ്പം ഇതിൻ്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇത് 2nd ജനറേഷൻ ആയതുകൊണ്ട് 720pയിലാണ് ഇതിൻ്റെ വീഡിയോ ക്ലാരിറ്റി വരാൻ പോകുന്നത്. 3rd ജനറേഷൻ 4th ജനറേഷൻ ആപ്പിൾ TVക്ക് ഉണ്ട്. പക്ഷേ അപ്പം 3rd ജനറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1080p ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഫ്രെയിം സൈസും കൂടും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം 720p ആയതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ സ്ട്രീം ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു 30 ഫ്രെയിം പെർ സെക്കൻഡിലായിരിക്കും ഇത് പോകുന്നത്. പിന്നെ റാമിന് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ റാമും കൂടെ ഉണ്ട്. റാം വളരെ കുറവാണ്, 250 MB ഉള്ളൂ റാം ഇവർ ഓഫർ ചെയ്യുന്ന ഈ ഇതിൻ്റെ അകത്ത്. അപ്പം ഇവിടെയാണ് അതിൻ്റെ പവർ ബട്ടൺ വരുന്നത്, പവർ സിമ്പിൾ വരുന്നത്. ഇപ്പോൾ കണക്ട് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ കാണാൻ പോകുന്ന പോലെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇവിടെയാണ് എൻ്റെ LED ഐക്കൺ വരുന്നത്, ഈ ഡിവൈസ് ഓൺ ആയെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബോക്സ് ലഭിക്കുന്നതാണ് നമ്മുടെ ഈ ഡിവൈസ് കൺട്രോൾ ചെയ്യുന്ന റിമോട്ട്. ഇപ്പോൾ ഇത് സെപ്പറേറ്റ് റിമോട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ബട്ടൺ ഉണ്ട്. ഈ മെനു എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ബട്ടൺ ആയിട്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മ്യൂസിക്കും വീഡിയോ ഒക്കെ പ്ലേ ചെയ്യാൻ നേരത്ത് ഞെക്കുന്ന നല്ലൊരു ബട്ടനാണ്. ഈ റിമോട്ട് തൊടുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, നല്ലൊരു ബോഡി നല്ലൊരു മാറ്റ് ഫിനിഷിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തൊടുമ്പോൾ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല സുഖമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പിടിക്കാൻ. ഈ റിമോട്ട് നമ്മുടെ IR സെൻസർ നമ്മുടെ ഈ സംഭവം കൺട്രോൾ ചെയ്യാനുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ TV നമുക്കിപ്പം ഈ റിമോട്ടിൽ കൂടെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ
നമുക്ക് ഇപ്പം ഐഫോൺ യൂസേഴ്സിനാണ് ഇച്ചിരി കൂടെ സൗകര്യമായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയുക, ഇത് ഐഫോൺ യൂസേഴ്സിനായിരിക്കും ഇച്ചിരി കൂടെ നല്ല ഇതിൻ്റെ മാക്സിമം ഫീച്ചർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് ആപ്പിൾ ആയതുകൊണ്ട് ഐഫോൺ ഉണ്ടെങ്കിൽ സിങ്ക് ആയിരിക്കും, നല്ലതായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഐഫോൺ യൂസേഴ്സിന് ഈ റിമോട്ട് ഇല്ലെങ്കിൽ, ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഐഫോണിൻ്റെ അകത്ത് തന്നെ ആപ്പ് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ ആപ്പിൾ റിമോട്ട് എന്നൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ TV നമുക്ക് കൺട്രോൾ ചെയ്യാം. നമുക്ക് നല്ലൊരു സിങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം ഈ ആപ്പിൾ TV. ഇനിയിപ്പോൾ നമുക്ക് TV-ലോട്ട് എങ്ങനെ നമ്മുടെ ഈ ആപ്പിൾ TV ബോക്സ് കണക്ട് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പം ഇതിന് നമുക്ക് വേണ്ട HDMI കേബിൾ എന്നൊരു സംഭവമാണ്. ഇത് നമുക്ക് മാർക്കറ്റിലെല്ലാം മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് HDMI കേബിൾ. ഇതിൻ്റെ ഒരു എൻഡാണ് നമ്മുടെ ആപ്പിൾ TV-ലോട്ട് കണക്ട് ചെയ്യേണ്ടത്, മറ്റേ എൻഡാണ് നമ്മുടെ TV-ലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു പോർട്ടുണ്ട്. അതെ, അതിൻ്റെ പോർട്ടാണിത്. എല്ലാ TV-യിലും കാണും, 1-2 പോർട്ട് HDMI-ന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുക, മറ്റേ ആപ്പിൾ TV-ലോട്ട് കണക്ട് ചെയ്യുക. ഇപ്പോൾ രണ്ടും കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മുടെ പവർ സ്ലോട്ടിൽ നമ്മുടെ പവർ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ HDMI സ്ലോട്ടിലോട്ട് ആ കേബിളും കണക്ട് ചെയ്തിട്ടുണ്ട് നേരെ TV-ലോട്ട്. ഇനിയിപ്പോൾ നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ TV ഓൺ ആയേക്കുവാണ്. ആപ്പിളിൻ്റെ ലോഗോ കാണുന്ന പോലെ ഇത് കാണാം. ഇതാണ് മറ്റേ ആപ്പിൾ TV ഓൺ ആയതിൻ്റെ LED ഓൺ ആയതിൻ്റെ സിമ്പിൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് TV-ലോട്ട് പോവാം. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ അത് വരുന്നത് നോക്കാം. അതിപ്പോൾ ലോഡിംഗ് ആണ്. അതിപ്പം ഡിവൈസ് ഇനീഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വെയിറ്റ് ചെയ്ത് ഇച്ചിരി സ്ലോ ആണ്. ഇതാണ് സംഭവം ഓണായി വന്നിട്ടുണ്ട്. ആപ്പിൾ TV ഈസ് കണക്റ്റഡ് ടു നെറ്റ്വർക്ക്. ഇനിയിപ്പോൾ ഇതിനു വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് നമുക്ക് ഈ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് റിമോട്ട് ഉണ്ട്. നേരത്തെ കാണിച്ച പോലെ ഇതാണ് എൻ്റെ റിമോട്ട്. ഇതിൻ്റെ അകത്താണ് എൻ്റെ ഫുൾ കൺട്രോളിങ് നടന്നത്. ഇപ്പോൾ എന്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റിങ്സിലോട്ട് കൊണ്ടുപോകാം. ഇത് ആപ്പിൾ TVൻ്റെ ഇത് വന്നേക്കാണ്. ഇത് ഓക്കെ ആക്കിയാൽ മതി. അപ്പം ഇപ്പോൾ കണ്ട് കുറേ മെനു തുറന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് അബൌട്ട് ജനറൽ എന്നൊരു ഓപ്ഷൻ കാണുമായിരിക്കും. ഈ ഇത് ഞെക്കി നമ്മൾ നെറ്റ്വർക്കിലോട്ട് പോകണം. നെറ്റ്വർക്കിൽ പോകുന്ന നേരത്ത് ഇതിൻ്റെ അത് വൈഫൈൻ്റെ ഓപ്ഷനുണ്ട്. അപ്പം ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റ് കണക്ട് ചെയ്തിട്ട്, അപ്പം നേരത്തെ പറഞ്ഞ പോലെ നെറ്റ് ഇപ്പോൾ കണക്ട് ആയേക്കുവാണ്. കണക്ഷൻ സക്സീഡ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ബട്ടൺ ഞെക്കാം. അപ്പം അത് തീർന്നു. ഇപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്മാർട്ട് TV ആയി മാറിയിരിക്കുകയാണ്. നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാലാണ് ആപ്പിൾ TVൻ്റെ ബോക്സ് ആണ് നമ്മൾ സംഭവം TV നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് HDMI വഴി. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മെനു ഒന്ന് കാണാം. ഇത് ബാക്ക് അടിച്ച് ഇതാണ് മെനു. എല്ലാ ആപ്സും ഉണ്ട്. ഇത് മ്യൂസിക്കിനാണെങ്കിൽ മ്യൂസിക് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ്, പിന്നെ ആപ്പിളിൻ്റെ ഇച്ചിരി കാര്യങ്ങളുണ്ട്. ഇത് ആപ്പിൾ ബോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ആപ്പിളിൻ്റെ ഇച്ചിരി ആപ്സുകളൊക്കെ കൂടുതലുണ്ട്. പ്രൈം വീഡിയോ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇപ്പോൾ യൂട്യൂബ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറക്കാൻ നേരത്ത് നമ്മുടെ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യണം യൂട്യൂബിൻ്റെ അകത്ത്. യൂട്യൂബ് തുറക്കാൻ നേരത്ത് യൂട്യൂബിൻ്റെ ഇപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പം ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേണ്ട വീഡിയോ പ്ലേ ചെയ്യാം. ഇപ്പം ഇത് തന്നെ ആയിക്കോട്ടെ. അത് നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും വീഡിയോ പ്ലേയിങ്ങും എല്ലാം. കണ്ടോ, സാധാ ഒരു സ്മാർട്ട് TV നടക്കുന്ന പോലെ തന്നെ എല്ലാ പരിപാടിയും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ സൗണ്ട് ഒക്കെ നമുക്ക് TV റിമോട്ടിൽ തന്നെ ഇതിന്റെ സൗണ്ട് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇതിന്റെ ബാക്ക് അടിക്കാം. ഇനിയിപ്പോ വേറെ എന്തൊക്കെയുള്ളത് നോക്കാം. ഇപ്പൊ ഇത് ബാക്ക് അടിക്കുവാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് എക്സിറ്റ് ആവും. ഇനിയിപ്പോൾ വേറെ സംഭവങ്ങൾ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ആപ്പുകൾ നമുക്ക് ഇതിൻ്റെ നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ നേരത്തെ തന്നെ കുറേ ആപ്പുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ആപ്പിൾ ബോക്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അപ്പം അത് അപ്ഡേറ്റ് ചെയ്യാൻ നേരത്താണ് ഈ ആപ്സ് ഒക്കെ വരുന്നത്. ഈ ഒരു ജനറേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ആപ്പ് സ്റ്റോർ ഇല്ല. അപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് വരുന്ന ആപ്സ് മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ നമുക്ക് ആപ്സ് ഒന്നും പറ്റത്തില്ല. പിന്നെ iCloud ഫോട്ടോസ്, ഈ ഫോട്ടോസ് ഒന്നും നമ്മുടെ ഇപ്പം ആപ്പിൾ ഫോൺ ഉള്ളവർക്ക് ഇച്ചിരി കൂടെ സൗകര്യമായിരിക്കും. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആപ്പിൾ അക്കൗണ്ട് വെച്ച് കയറാൻ നേരത്ത് നമ്മൾ ഈ iCloudൽ സേവ് ചെയ്ത ഫോട്ടോസൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഭയങ്കരമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അപ്പം ഐഫോൺ യൂസേഴ്സിന് ഇത് ഭയങ്കര നല്ലൊരു ഭയങ്കര എളുപ്പമായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. പിന്നെ ടെഡ് ടോക്സ് ഉണ്ട് കണ്ടവർക്ക്. പിന്നെ ഇതിൻ്റെ മൂവീസൊക്കെ മിക്കതും ആപ്പിൾ ലിങ്ക്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഐസ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന മൂവീസ് ആയിരിക്കും നമുക്ക് മിക്കതും കാണാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആപ്പിളായിട്ടാണ് ഫുൾ ഇത് ലിങ്ക്ഡ്. മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഇതിലാണ് കയറുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ആ അക്കൗണ്ടിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ സ്ട്രീം ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇനിയിപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം മ്യൂസിക് അത് ഇതിപ്പോൾ നമുക്കിപ്പോൾ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇത് ശരിക്കും ഐട്യൂൺ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ആപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് കൂടെ തന്നെ പർച്ചേസ് ചെയ്യാനാണ്. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുവാണ്, ഇതിൻ്റെ അകത്ത് അതുകൊണ്ട് ഇപ്പോൾ ഈ പാട്ട് ഇതിൻ്റെ അകത്ത് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, 18 രൂപയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ആപ്പിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനും ഇച്ചിരി കൂടെ സൗകര്യമായിരിക്കും. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ പരിപാടിയും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ? പ്രിവ്യൂ ഇപ്പോൾ ആണെങ്കിൽ നമുക്കത് ജസ്റ്റ് ഇച്ചിരി സെക്കൻഡിൽ ആക്സസ് ചെയ്യാം. കണ്ടോ? അപ്പോൾ അതുപോലെ അങ്ങനെ എല്ലാ പാട്ടുകളും ആക്സസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഐഫോൺ ഇല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇച്ചിരി പാടായിരിക്കും. പക്ഷേ യൂട്യൂബ് ആ പരിപാടിയെല്ലാം സുഖമായിട്ട് ആക്സസ് ചെയ്യാം ഐഫോൺ ഇല്ലെങ്കിൽ. ഐഫോൺ ഉള്ളവർക്ക് ഇത് ശരിക്കും നല്ലൊരു ഇത് TV ആക്സസ് ചെയ്യാൻ നല്ലൊരു ഫീച്ചറാണ് ശരിക്കും. പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഉള്ള ഫോട്ടോസ് ആണെങ്കിലും പെട്ടെന്ന് ഇപ്പോൾ TV കാണിക്കണമെങ്കിൽ എയർപ്ലേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഐഫോൺ യൂസേഴ്സിന് അറിയാനായിരിക്കും. അപ്പോൾ എയർപ്ലേ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഫോട്ടോ തന്നെ നമുക്ക് TV സ്ക്രീനിൽ നല്ല വൈഡായിട്ട് കാണാം. അതുപോലെ തന്നെ വീഡിയോ ആണെങ്കിലും ആപ്പിൾ യൂസേഴ്സിന് ഇച്ചിരി കൂടെ സൗകര്യമായിരിക്കും ഈ ഒരു ഫീച്ചർ. അപ്പം ഇതാണ് ഇപ്പോൾ പാട്ടിൻ്റെ കളക്ഷൻ. ഇതിപ്പോൾ ബാക്ക് അടിക്കാം. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത്. സെറ്റിങ്സിൽ പോയി ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നെറ്റ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ OS അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അപ്പോൾ അതാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ iOS 7.1.2 എന്ന് പറഞ്ഞൊരു ഇതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് ഇച്ചിരി ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷനാണ്. ഒരു 2010 റിലീസ് ചെയ്ത ആപ്പിൾ TV ബോക്സ് ആണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഇച്ചിരി ഔട്ട്ഡേറ്റഡാണ്. പക്ഷേ നമുക്ക് ബേസിക് ആയ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം വീഡിയോസ് ആണ് എന്തായാലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പം ഇത്ര ആപ്പുകളുണ്ട് ഇതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ, എല്ലാ ആപ്പിനും അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആപ്പ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ സ്മാർട്ട് TV ട്യൂട്ടോറിയൽ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.